क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया। क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया। तुझ में ही मेरी सुबह, तुझ में ही हर शाम, तुझसे ही करता शुरू हर कोई काम। शुक्रिया करता हूँ मैं लेके तेरा नाम, आदर और धन्यवाद आज तेरे नाम। शुक्रिया 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 तेरा, शुक्रिया 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 यीशु तेरा। सारी दुनिया तेरी है, सब कुछ तूने रचाया है। सारी दुनिया तेरी है, सब कुछ तूने रचाया है। मुझको भी तूने बनाया है, तेरे जैसा किया है। क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया। हो क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया। ओ शुक्रिया 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 तेरा, शुक्रिया 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 तेरा, शुक्रिया 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 तेरा, शुक्रिया 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 यीशु तेरा। शुक्रिया यीशु तेरा। ഷലോം ചർച്ച്, എല്ലാവരെയും ഞാൻ ഇന്ന് രാവിലത്തെ മോർണിംഗ് ഡിവോഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let's read a scripture portion. Can we take Isaiah chapter 61 verses 1 to 3? The Spirit of the Sovereign Lord is on me, because the Lord has anointed me to proclaim good news to the poor. He has sent me to bind up the brokenhearted, to proclaim freedom for the captives and release from darkness for the prisoners, to proclaim the year of the Lord's favor and the day of vengeance of our God, to comfort all who mourn and provide for those who grieve in Zion, to bestow on them a crown of beauty instead of ashes, the oil of joy instead of mourning, and a garment of praise instead of a spirit of despair. They will be called oaks of righteousness, a planting of the Lord for the display of his splendor. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
Thank you for the word of God. Thank you for what we read. We just ask, Lord, the Rhema word ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കാനുള്ള ആ സ്പോക്കൺ വേർഡ് ഇന്ന് രാവിലെ ഞങ്ങളുടെ ചെവികളെയും കണ്ണുകളെയും ഒക്കെ ഒന്ന് തുറക്കണമേ, റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കർത്താവേ, we pray that the word would transform us, would change us, would mold us into more of your son's likeness. In Yeshua's most precious name we pray. Amen and amen. Hallelujah. ഈ ഒരു സ്ക്രിപ്ചർ പോർഷൻ ആക്ച്വലി ജീസസ് ഒരു ദിവസം സിനഗോഗിലേക്ക് പോയപ്പം വായിച്ചൊരു സ്ക്രിപ്ചർ പോർഷൻ. ഹി ടുക്ക് ദ സ്ക്രോൾ ഓഫ് ഐസയ ആൻഡ് ഫൗണ്ട് ദ പ്ലേസ് വെർ ദിസ് ഇസ് റിട്ടൺ ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് ഓൺ മീ. ഇറ്റ്സ് ഇൻ ലൂക്കോസിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 18 മുതൽ 19 വരെ നമുക്കത് കാണാം. പക്ഷേ ഇന്ന് രാവിലെ ഈ 3 വേഴ്സസ് വായിച്ചതിൽ ഒരു പർട്ടിക്കുലർ ഫ്രേസ് ഐ വോണ്ട് ഫോക്കസ് ഓൺ. ദിസ് ഫ്രേസ് ക്രൗൺ ഓഫ് ബ്യൂട്ടി ഇൻസ്റ്റെഡ് ഓഫ് ആഷസ്. പല വേർഷനും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടി ഫ്രം ആഷസ്, ബ്യൂട്ടി ഫോർ ആഷസ്, ആഷ് ബീങ് എക്സ്ചേഞ്ച്ഡ് ഫോർ സംതിങ് ബ്യൂട്ടിഫുൾ. സോ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം വാട്ട് ഈസ് ആഷ്? ആഷ് അല്ലെങ്കിൽ ചാരം, വെണ്ണീർ. ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അത് കറക്റ്റ് ഡെഫിനിഷൻ എന്താ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ദിസ് ഇസ് വാട്ട് കെയിം ഔട്ട്. Ash refers to solid remnants of fire. എന്ത് മെറ്റീരിയൽ, എന്ത് സബ്സ്റ്റൻസും once it catches fire, what remains, അത് കത്തിക്കരിഞ്ഞ് തീരുമ്പോഴത്തേക്കുള്ള റിമെയിൻസിനെയാണ് ഈ ആഷ് എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് ഈസ് നോട്ട് വെരി അട്രാക്റ്റീവ്, സംതിങ് ദാറ്റ് normally people wouldn't find very beautiful, something that is dead, something very insignificant. And so ഞാൻ ആഷിനെ പറ്റി കൂടുതൽ നോക്കിയപ്പം ഫ്രം ദ വേർഡ് പല സ്ഥലത്തും ആഷിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന, റെഫർ ചെയ്തിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഇച്ചിരി സ്ലൈറ്റ്ലി നെഗറ്റീവ് രീതിയിലാണ്. ബുക്ക് ഓഫ് ജോബിൽ ചാപ്റ്റർ 2 വേഴ്സസ് 8, ചാപ്റ്റർ 42 വേഴ്സസ് 6 രണ്ടും ജോബ് റിപ്പൻറ്റഡ് ഇൻ ഡസ്റ്റ് ആൻഡ് ഇൻ ആഷസ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഡാനിയൽ ഫാസ്റ്റഡ് ആൻഡ് പ്രേഡ് ആൻഡ് വെൻ ഹി സോട്ട് ദ ലോർഡ് ഇൻ ചാപ്റ്റർ 9 വേഴ്സസ് 3 ഹി സോട്ട് ദ ലോർഡ് ഇൻ ആഷസ് എന്നാണ് പറയുന്നത്. എസ്തേറിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം, Mordecai, when he realizes that it's not a favorable situation for the Jews, he cries out to the Lord in ashes. And all over the Old Testament, ആഷ് റെഫർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബാക്ക്ഡ്രോപ്പ് ഇസ് എ ബാക്ക്ഡ്രോപ്പ് ഓഫ് റിപ്പൻറ്റൻസ്, ഓഫ് ഹ്യൂമിലിറ്റി, ഓഫ് ബീങ് ബ്രോക്കൺ. സങ്കടം നിറഞ്ഞ ആ ഒരു സെറ്റിങ്ങിലാണ് ആഷിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജെനസിസ് 18:27 Abraham and God has a conversation. ഈ ഒരു കോൺവെർസേഷനിൽ Abraham refers to himself. He talks of himself as being dust and ashes. ഇതേ രീതിയിൽ തന്നെ ജോബും ചാപ്റ്റർ 30 വേഴ്സസ് 19 he also refers to himself as being dust and ashes. Coming back to Genesis, in the very beginning, all of us know there's so many names of God, but one of the first names of God mentioned, that's in the book of Genesis. The name that God is referred to is Elohim, അല്ലെങ്കിൽ creator God. Genesis, during creation, when the Lord was creating Adam, he used his hands, he used his fingers, he took the dust of the earth, he made it clay രൂപത്തിലാക്കി, he molded and shaped and formed, and for this he used the dust of the earth. Again, ashന്റെ same ലൈനിലാണ്, സെയിം രീതിയിൽ, because dust is not something very attractive, it's very insignificant, worthless, but he made something beautiful from this. Because Psalm 139, a very familiar chapter, very most often read chapter, it talks about how we are fearfully and wonderfully made. You and me, നമ്മൾ ഓരോരുത്തരും ഒരു ലിവിങ് വണ്ടേഴ്സാണ്, ലിവിങ് മിറക്കിൾസാണ്. കാരണം the way God has shaped us, നമ്മുടെ സ്കിൻ ടെക്സ്ചർ, നമ്മുടെ നഖത്തിൻ്റെ ഷേപ്പ്, നമ്മുടെ ഹെയർ ടെക്സ്ചർ, every part of us so unique and so not ഓരോ ആൾക്കാരുടെ എല്ലാ ഫീച്ചേഴ്സ് is so different, so uniquely God has created, and he used something insignificant like the dust and he made something beautiful.
The same creative act that he did in the beginning in Genesis, I believe God is still in the business of making beauty out of dust, making beauty out of ashes. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ can we look at ജീസസിന്റെ of the many miracles that he has done, we'll focus on just one miracle. ലൂക്കോസിന്റെ പുസ്തകം chapter 7 ഏഴാമത്തെ അധ്യായത്തിന്റെ we look at verses 11 to 17. ആകെ 6 verses ഉള്ളൂ, but these 6 verses are so full of life. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ സമ്മറൈസ് ചെയ്യണമെങ്കിൽ, ജീസസ് ഇസ് ഫ്ലറിഷിങ് ഇൻ ഹിസ് മിനിസ്ട്രി. ദേഴ്സ് എ ലോഡ്, ഒരു വലിയ പുരുഷാരം ജീസസിനെ ഫോളോ ചെയ്ത് ജീസസിന്റെ പുറകെ നടക്കുന്ന സമയത്ത് ഹി എൻറ്റേഴ്സ് ദിസ് ടൗൺ കോൾഡ് ദ ടൗൺ ഓഫ് നൈൻ. ആൻഡ് ജീസസിനെ വെൽക്കം ചെയ്യുന്ന ഒരു ഫ്യൂണറൽ പ്രൊസഷൻ, not a very happy context or a background, because he sees a widow, and widowയുടെ ആകെ ഉള്ള the only son of hers is dead. And so how, where, what, അതിനെ പറ്റി ഒരു കോണ്ടെക്സ്റ്റും ഇല്ല, ഡീറ്റെയിൽസ് ഒന്നുമില്ല. പക്ഷെ വേഴ്സ് 13 ഇങ്ങനെ പറഞ്ഞു, when the Lord saw her, his heart went out to her and he said, please don't cry. He sees the mother's heart. He sees that the mother is crying, and he doesn't just ഈ മദറിനെ അഡ്രസ് ചെയ്ത് പ്ലീസ് ഡോണ്ട് ക്രൈ എന്ന് അവിടെ വെച്ച് നിർത്തുന്നില്ല. ഹി ഗോസ് ടു ദ കോഫിൻ, ഹി ടച്ചസ് ഇറ്റ് ആൻഡ് ഹി സ്പീക്സ് ടു ഇറ്റ്. ഹി സ്പീക്സ് ടു ദ ഡെഡ് ബോയ് ആൻഡ് ഹി സെസ്, യങ് മാൻ റൈസ് അപ്പ് ആൻഡ് ലിവ്. കരഞ്ഞുകൊണ്ട് വന്നിരുന്ന അമ്മ, കരഞ്ഞുകൊണ്ട് ഈ പ്രൊസഷനെ ലീഡ് ചെയ്തിരുന്ന അമ്മ doesn't have to cry anymore, because Jesus went in, Jesus stepped into the picture and gave him life. Numbers 19:16 ഇങ്ങനെ പറയുന്ന, ജൂയിഷ് ട്രഡിഷൻ്റെ അനുസരിച്ച്, ജൂയിഷ് കസ്റ്റം പ്രകാരം, any Jew who touches a dead body, anything connected to a dead body, that Jew becomes unclean. So for 7 days അതിനുള്ള ലോനനുസരിച്ചുള്ള പ്യൂരിഫിക്കേഷനും അതിൻ്റെ a lot of things that he has to make sure and do so that he is proclaimed clean again. When Jesus was touching the boy, he was taking a risk. I believe Jesus loved both of them. That's why he took this risk of touching and healing, because as I said, by touching an unclean thing, Jesus would have become unclean. But Jesus, being the Son of God, when he touched something unclean, he didn't become unclean, but rather his cleanness, his holiness, his purity, he imparted onto the boy, and he came to life. When there's an ash-like experience, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്കെപ്പോഴും ഒരു പിക്ചർ വരുന്ന ഇസ് ജീസസ് പിക്ചറിലോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന വരെ ഇറ്റ്സ് ലൈക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നോ കളർ, ഇറ്റ്സ് വെരി ഡൾ, ഇറ്റ്സ് വെരി gray. But when Jesus steps into the picture, it's like the picture comes to life and there's color. Wherever there seems to be death, inviting Jesus into that space, Jesus ne invite him, what happens is, I believe that place changes. Whatever situation, or death-like situation changes. I remember during my younger days as a child, I used to paint and I used to draw. I used to cover my walls with scribbling, and I have heard എൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, വാൾസിൻ്റെ ലോവർ പോർഷൻ മൊത്തം ഫുൾ കുത്തിവരെയും ഫുൾ എൻ്റെ കുറേ സ്ക്രിബിൾസ് വെച്ചിട്ട് ഇറ്റ് വാസ് നിറഞ്ഞിരിക്കുമായിരുന്നു. ബട്ട് സംവെയർ growing up, somewhere in between, I started believing certain lies like I'm not good enough, or I'm not creative, or I don't feel worthy. I started comparing myself to other kids, and gradually എനിക്ക് ഇത്രയും എൻജോയബിൾ ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു ആക്ടിവിറ്റി, ഒരു ഹോബി, I stopped doing it. And for years I didn't invite Jesus into that space. In fact, it was like I was like the mom, നമ്മൾ ഇപ്പോൾ വായിച്ച ആ പോർഷൻ എന്നുള്ള അമ്മയെ പോലെ ആയിരുന്നു, because I felt like my gift, or ഈ ഒരു കോണ്ടെക്സ്റ്റിൽ the son was dead. ഇനി there's no hope. Like I tried, പക്ഷേ I couldn't impress anyone, I couldn't perform, or I didn't get any prize in school. So that means I think this is not for me.
So I was like that. ഈ ഒരു വിഡോ അമ്മയെ പോലെ ആയിരുന്നു. But this was still the point where, like in the story, Jesus stepped in. He touched the coffin and he spoke life. When that happened, his voice, or the voice of the Lord, reminded me that it's not just about what's in my hand, it's not about my talent, it's not just about my gift, but the fact that I am also beautiful, that I am made in his image. And right now, the very thing, maybe ഒരു young മേഘ്ന അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ that you will be involved in arts and you will paint and you will draw and ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, if someone were to tell me a younger version of me, I wouldn't have believed. I really wouldn't have believed. I want to encourage anyone who thinks നിങ്ങളുടെ dreams are forgotten, or that you have nothing of value, there is no hope, or that you're not special. Today maybe the message is very simple, but the message, if you can believe, I believe that it will do wonders. As you believe and have faith that God can make beauty out of your ashes, I believe that will change the whole the trajectory of your life, the way you're moving, the pace and the speed. I believe it will cause major shift, and a beautiful thing can come out of an ash like experience. I'm just thinking, Jesus, when he our synagogue, Luke 4:18-19, when he went into the synagogue and when he's reading, the Spirit of the Lord is upon me, for he has anointed me to proclaim good news to the poor. He has sent me to bind the brokenhearted. When he was reading it, I believe with joy he would have read. I'm sure that he knew there's going to be a widow, 9 എന്നുള്ള ഒരു പട്ടണത്തിൽ ഞാൻ പോവാണ് in the future, and I will meet her boy who is dead. And Jesus knew that he will have to encounter, but Jesus also, I believe, he had the joy where he knew that he's going to meet him, raise him from the dead. I just want to encourage each one of us. God knows each one of us, നമ്മുടെ where we are at in our lives. Maybe ചിലപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കാം, എൽഡർലി ആയിരിക്കാം, മിഡ് ഏജിലായിരിക്കാം, but God sees each one of us. നമ്മുടെ കുഞ്ഞുനാളൊക്കെ അറിയാം, our past God knows, our future he knows, and he is also there in our present, because Jesus is the same yesterday, today and forever. And when he was raising the son up from the dead, I believe it is also a shadow or a call towards what he is going to do, what Jesus is going to do for each one of us on the cross. Cross in Arena was a symbol of shame and guilt, but now, because of what Jesus did, it has become a space, it has become a symbol of our healing. He became a curse for us, so that the curse on us, on our families, maybe a curse of certain habits that we can't stop, or curse of experiencing financial loss, അല്ലെങ്കിൽ depression. Galatians അങ്ങനെ പറയുന്ന 3rd chapter that cursed is anyone who is hung on a tree, and Jesus became a curse for us, so that we might experience healing and blessing. He took the crown of thorns, he experienced headache, he experienced that crucial a pain that can't even be described or imagined by any one of us, so that we can think straight, so that we can be made whole. Whenever I experience, or whenever, if at all, I go through some physical distress, this always encourages me that how God bore the pain maybe 100,000 times more than what I'm experiencing, so that healing could flow into our body. ആ ഒരു ട്രൂത്ത് ഞാൻ വിശ്വസിക്കുമ്പോൾ, ആ ട്രൂത്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, miraculously, all of a sudden, I feel like the pain lifting off. I want to encourage you, if any of you are struggling, think of the cross, think of the sacrifice, and believe that promise, believe that truth which says, by his stripes we are healed. Amen. And I want to end, the beauty doesn't just stop with our life here on earth. നമ്മുടെ ഹെൽത്തും നമ്മുടെ earthly living മാത്രമല്ല, but also the beauty is in the fact that he has gone
to prepare a place for you and me. For every person who believes that Jesus is their Lord and Savior, who has confessed with their mouth and believed in their heart that Jesus is their personal, true, living God. God has sent, Jesus has gone back to prepare a place. That's what John 14:1 പറഞ്ഞിരിക്കുന്നത്. That do not let your hearts be troubled. Trust in God, trust also in me. In my Father's house there are many rooms. If it were not so, I would have told you. The beauty is that God wants this dust and ash to dwell with him forever. He wants to transform and change this mortal body into a body that is free from pain, free from sicknesses. He wants us and does not want us to be away from him. So while he has gone to prepare our mansion, നമ്മുടെ mandate or നമ്മുടെ what the assignment or the purpose for which God has given us and left us with is the fact that we need to spread this message that Jesus lives. Amen. Our own testimonies, our own stories are meant to be shared to those who don't know this truth. And so I pray, may our lives, our words be testimonies to the fact that Jesus is alive and there is a God who loves each one of us. So ഇന്ന് രാവിലെ again the message might have been very simple, but I'm really encouraging, and if at all there is any ash like experience, എന്തെങ്കിലും hopeless ആയിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ, can we exchange that? Instead of holding on to it, can we just give it to him? And the beautiful exchange that happened on the cross, it can happen even right now as with a very simple prayer, something like this: God, I invite you into the death-like situation in my life. Kartave, I invite you into that space and I give you permission to speak the truth into my life, and I reject any lie that I have believed and clinged on to. Kartave, സത്യമില്ലാത്ത എല്ലാ കള്ളങ്ങളും ഇന്ന് രാവിലെ പൊട്ടിക്കണമേ എന്നുള്ള ആ ഒരു simple prayer. I believe God has already started doing something beautiful, and അതിൻ്റെ fruits I believe you and we will see. So I pray and I hope that this message blesses and has spoken to each one of us. Can we say a word of prayer? Father, we just want to come before you and thank you, Lord, that you are a God who does the impossible. You're the God who is still in the business of making messages out of our messes, making testimonies and stories out of our tests and trials. Lord Father, you are the God who makes beauty out of ashes. Today we just want to cling to that truth that you are with us, you are for us. Lord, we speak into every ash-like situation in our lives, Lord. Any areas in our lives which is dead, Lord, in Ravila, we just want to speak life. And over this day, Father, we speak your truth, Lord, that every person that we interact with, Kartave, help us to spread the same message. Help us to spread your fragrance. Help us to let our lives spread the message that there is a God who lives, and his name is Yeshua. His name is Jesus. We thank you once again. In Yeshua's most precious name we pray. Amen and amen. God bless you. Have a wonderful, beautiful day with Jesus. Amen. God bless you.